എറണാകുളം പച്ചാളം മേൽപ്പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മരം മുറിച്ചു മാറ്റുന്നതിനിടെ പോലീസുകാരന് പരിക്കേറ്റു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, പിടിച്ചിട്ട ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചുവെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റ പോലീസുകാരന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണിപ്പോൾ? ക്രിസ്റ്റീന, 2.5 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അല്പസമയം മുമ്പാണ് ഈ പിടിച്ചിരുന്ന മംഗള എക്സ്പ്രസ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. വേണാട് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടുന്നു. അതും ഗതാഗതം ആരംഭിച്ചിട്ടുണ്ട്. ദാരുണമായ അല്ലെങ്കിൽ വലിയ അപകടമാണ് ഒഴിവായത്. ഈ മരം കടപുഴകി വീഴുന്ന സമയത്ത് അതിലൂടെ ട്രെയിൻ സഞ്ചാരം ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യം പോയാനെ. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഇതിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും എത്തിയാണ് ഈ മരം അവിടെ നിന്ന് പൂർണ്ണമായും മുറിച്ചു മാറ്റിയത്. ഇതിനിടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്കേറ്റത്. ഈ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടയിൽ ആ ശിഖരം മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരം എന്നാണ് ലഭിക്കുന്ന വിവരം. വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഈ പച്ചാളത്തുള്ള നിവാസികൾ എല്ലാവരും തന്നെ. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന റെയിൽവേ സ്റ്റോപ്പിന് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് സമീപമായി നിൽക്കുന്ന ഇത്തരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു ഇടപെടൽ കോർപ്പറേഷന്റെയോ അതല്ല എങ്കിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണമെന്നാണ്. അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പച്ചാളം മേൽപ്പാലത്തിന് സമീപം മരം വീണതിനെ തുടർന്ന് പിടിച്ചിട്ട ട്രെയിനുകൾ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്.